നീയാണല്ലേ? നീയാണല്ലേ? പറയ്, ആരാ? നിന്റെ അച്ഛനാ ചെയ്യാൻ പറഞ്ഞത്. എന്റെ അച്ഛനെ വെച്ച് കളിക്കുന്നവൻ ആരാ? ആരാ അവൻ? പറയടാ. അതേടാ നിന്റെ അച്ഛനല്ലടാ. പക്ഷെ നിനക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ശക്തിയെ കൊന്നു എങ്കിൽ എമൗണ്ട് അത് പോരാ. നമ്മൾ പറഞ്ഞതിലും കൂടുതലായിട്ടൊരു 10 ലക്ഷം വേണം. ഇല്ലെങ്കിൽ പോലീസിനെ അറിയിക്കും. ആറപ്പാളയത്തിൽ പൂട്ടിക്കിടക്കുന്ന പഴയ മില്ലിലുണ്ടാവും ഞാൻ. ഇത് ഞാൻ ഗ്രൂപ്പ് മെസ്സേജ് ആക്കാം. Прислати СМС-ка. Такси тексти. ഇപ്പൊ ഒരുത്തർ ഇവിടേക്ക് വരുമല്ലോ. വാടാ. വാ. ശ്രദ്ധയൊന്ന് മാറിയിരുന്ന രക്ഷപ്പെട്ടേനെ. അല്ലേ നമ്മളിപ്പോ കുടുങ്ങിയനെ. ചേട്ടാ, അവനെ തീർത്തു. എന്താടാ, അവനെ തട്ടിയല്ലോ അല്ലേ? തട്ടി. വായ്ക്കരിയിട്ട് കുഴിച്ചുമൂടി. നിന്റെ കളിയാണല്ലേ? കൊള്ളാലോടാ. പോലീസ് ഞാനാന്ന് കണ്ടുപിടിച്ചു. എന്തിനാണെന്ന് അറിയണ്ടേ? ഈ കഥയിൽ നീ ഹീറോ ആണെങ്കിൽ ഞാനും ഹീറോയാടാ. നീ വില്ലനാണെങ്കിൽ ഞാനും വില്ലനാടാ. ഈ കഥ ഇപ്പൊ തുടങ്ങിയതല്ല, അന്ന് അവിടെ വെച്ച്. നിന്റെ അച്ഛൻ ചത്തു വീണ അതേ സ്ഥലത്ത് തന്നെയാണ് എന്റെ അച്ഛനും. ശിവൻ കൊന്ന പോലീസില്ലേ, അയാളുടെ മകനാടാ ഞാൻ. അറുത്ത് തള്ളിയേച്ചവൻ പോയി. നീ കരഞ്ഞ അതേ സ്ഥലത്ത് നിന്ന് ഞാനും കരഞ്ഞു. ഒരു ഭാഗത്ത് ഞാൻ മാത്രം അനാഥനായി, മറുഭാഗത്ത് ഈ നാട് മുഴുവൻ എനിക്കെതിരായതുപോലെ തോന്നി. അന്നു ഞാൻ തീരുമാനിച്ചു ശിവനെ കൊല്ലണമെന്ന്. വേണ്ട. ഇവിടെ വന്ന് ആരാണ് ഇങ്ങനെ ചെയ്തത്? വേറൊരാളെ കൊണ്ട് കൊല്ലാൻ ഞാൻ സമ്മതിക്കൂ? ജീവൻ രക്ഷിച്ചവനെന്ന് കരുതി അവൻ എന്നെ കൂടെ കൂട്ടി. ശിവന്റെ അടുത്ത് നിന്ന് പഠിച്ചു. ഒരുവനെ കൊല്ലാൻ തീരുമാനിച്ച സകലതും കൈക്കലാക്കി അവസാനമേ അവനെ കൊല്ലൂ. ശിവന്റെ അടുത്തുനിന്ന് പഠിച്ചത് അവന് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. എന്നാൽ അതിന് ശക്തി വേണം, ആനയുടെ ശക്തി. 20 വർഷം
അവന്റെ കൂടെ നിന്ന് വിശ്വസിപ്പിച്ച് അവൻ മൂലം ഞാൻ മിനിസ്റ്ററുമായി. നിന്റെ അച്ഛൻ വിചാരിച്ചു ഞാനെന്നും കൂടെ നിൽക്കുന്ന. വിശ്വസിപ്പിച്ച് ഞാൻ. ഇപ്പൊ സമയായി പ്രതികാരം ചെയ്യാൻ. അങ്ങനെ ഓരോന്നായി അഴിച്ചു തുടങ്ങി. ബാക്കി വെക്കില്ല ഞാൻ. വേരോടെ പിഴുതെറി. ഒരു സാധാരണ റൗഡിയെ വെച്ച് അവനുണ്ടാക്കിയ വിലയെല്ലാം കളയണമെന്ന് ഞാൻ വിചാരിച്ചു. തൂത്തുക്കുടി റോഡിൽ വെച്ച് കൊന്നുകളയാൻ ആളെ അയച്ചു. തൊടാൻ പറ്റില്ലെന്ന് വിചാരിച്ച ശിവനെ അറസ്റ്റ് ചെയ്ത് നാണം കെടുത്താൻ ഒരു പോലീസ് മേധാവിയെ പറഞ്ഞയച്ചു. എന്നാൽ നിന്റെ അച്ഛൻ എന്നെ പോലീസാക്കുമെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്നുണ്ടായ അപകടത്തിന് പിന്നിലും ഞാനാ. മധുരയിൽ അങ്ങനെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മധുര മുഴുവനും ശിവനെതിരാകുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ എന്റെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് നീ ശിവനെതിരായിട്ട് തിരിഞ്ഞു. ശിവനെ തകർക്കുവാൻ വേണ്ടി ഞാൻ ഫാർമ കമ്പനിയെ ചട്ടം കെട്ടി. എന്നാൽ ഞാൻ എന്തു ചെയ്താലും എല്ലാത്തിനും തടസ്സമായി വന്നു. ശിവന്റെ മുമ്പിൽ ഒരു നന്ദിയെ പോലെ. അതുകൊണ്ടാ നിന്നെയും കൊല്ലാൻ ഞാൻ തീരുമാനിച്ചത്. ഏയ്, എന്താടാ, നിനക്കൊരിക്കലും മരണമില്ലേ? വിടില്ലട ഞാൻ. വെറുതെയല്ല. 20 വർഷത്തെ കാത്തിരിപ്പ്, പക, പ്രതികാരം, തീയിൽ കുരുത്തു വന്നവനാണ് ഞാൻ. ബോഡി സ്ട്രോങ് തന്നെയാ, പക്ഷെ ഈ തല വീക്കാ. എടാ മന്ത്രി, എന്റെ അച്ഛനെ നിനക്ക് തൊടാൻ കഴിയില്ലടാ. കാരണം എന്റെ അച്ഛന്റെ ജീവൻ തന്നെ ഇവിടെയാടാ. അപ്പൊ നീയും ജീവനോടിരിക്കില്ല. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ശിവൻ അവന്റെ ശക്തി ഇല്ലാതാക്കും. അച്ഛനെന്ന് പറയുന്നുണ്ടല്ലോ, ആ അച്ഛന്റെ കൈകൊണ്ട് തന്നെ നീ ചാവും. ശിവൻ നിന്നെയും വളർത്തി എന്നെയും വളർത്തി. നീ അവനെ രക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ അവനെ ഇല്ലാതാക്കാൻ വിചാരിക്കുന്നു. ശിവൻ ഇപ്പൊ ആരെ വിശ്വാസവും നമുക്ക് നോക്കാം. നമുക്ക് നോക്കടാ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം കൊണ്ട് നിന്റെ അച്ഛൻ നിന്നെ കൊല്ലൂടാ. അത് ഞാൻ ചെയ്യിപ്പിക്കും. എന്റെ അച്ഛൻ എന്നെ നീ ഒളിച്ചിരുന്ന് അമ്പ ചെയ്തിട്ട് നിന്നെ കൊണ്ടൊരു ചുക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നീയാണിതിന് കാരണമെന്ന് അറിഞ്ഞപ്പോ നിന്നെ ഞാൻ വെറുതെ വിടുവോ? വെല്ലുവിളി, ഈ ശക്തിയുടെ അടുത്ത് നിന്റെ വെല്ലുവിളി. കളിയിൽ ജയിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടായിരിക്കാം, കളിക്കാൻ വിട്ടിട്ട് ജയിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ? ബാലിയോട് യുദ്ധം ചെയ്താൽ പകുതി ബലം പോകും. ഈ ശക്തിയോട് യുദ്ധം ചെയ്താൽ മുഴുവൻ ബലവും നഷ്ടമാകും. കളിക്കടാ, കളിച്ചു നോക്ക്. നീ പറഞ്ഞ ഒരേ ഒരു ദിവസമായിരിക്കും നിനക്കും. മുഴങ്ങിയടാ മരണമണി. ആ